Hi everyone, this is Abin from everything you want to know about Apple. അങ്ങനെ നമ്മുടെ iOS 15.3.1 റിലീസ് ആയേക്കാണ്. ഇത് ഏകദേശം വന്നിരിക്കുന്നത് 233 MB ഐഫോൺ 11ൽ. മറ്റുള്ള എല്ലാ ഡിവൈസിലും ഏകദേശം 200 മുതൽ 300 MB വരെ ആയിരിക്കും വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 15.3.1 റിലീസ് ചെയ്യുന്നുണ്ട്. watchOS 8.4.2 റിലീസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് 8.4.1 ആപ്പിൾ watchOS റിലീസ് ചെയ്തത്. അതോടൊപ്പം തന്നെ macOS 12.2.1 റിലീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഇപ്പോൾ ഓപ്പൺ ആണ്. അവിടെ എല്ലാവരും പോയി ജോയിൻ ചെയ്ത് ഒരു ആപ്പിൾ മെമ്പർ ആവുക. അവിടെ ഇതേപോലെ അപ്ഡേഷൻ്റെയും എല്ലാ കാര്യങ്ങളും അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ തുടക്കം തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ നിന്ന് ജനറൽ എബൌട്ട് ടാപ്പ് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 15.3.1 19D52 എന്ന്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമ്മുടെ അപ്ഡേഷൻ്റെ അപ്പുറത്ത് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ വേർഷൻ്റെ അപ്പുറത്ത് ഒരു ഡെസിമലിട്ട് വേറൊരു സോഫ്റ്റ്വെയർ വരികയാണെങ്കിൽ ആപ്പിളിന് മേജറായിട്ട് മാറേണ്ട ഏതെങ്കിലും ബഗ് ഫിക്സസ് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ അപ്ഡേറ്റ് പെട്ടെന്ന് അവർ തരുന്നത്. പിന്നെ ഈ ഒരു അപ്ഡേഷനിൽ നമുക്കൊരു പുതിയ മോഡേൺ വെർഫെയർ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ 5Gയും 4Gയും അല്ലെങ്കിൽ വൈഫൈയിലൊക്കെ കണക്ട് ചെയ്യുമ്പോൾ നേരത്തെ ഉണ്ടായ ആ ഒരു ഇഷ്യൂ ഇപ്പോഴും നമ്മുടെ ഈ ഒരു അപ്ഡേഷനിലും ഉണ്ടാവും. ഈ ഒരു അപ്ഡേഷനിൽ ഏറ്റവും ആദ്യം വന്ന അല്ലെങ്കിൽ ഏറ്റവും മുൻഗണന കൊടുക്കുന്ന ഒരേ ഒരു അപ്ഡേറ്റ് നമ്മുടെ ആക്സസിബിലിറ്റിയിലാണ്. ഇതിൽ ബാരൽ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബാരൽ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് അത്. കാരണം വിഷ്വലി ഇമ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ് ബാരൽ ഡിസ്പ്ലേ. അത് യൂസ് ചെയ്യുന്നവരും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാർ ബാരൽ ഡിസ്പ്ലേ യൂസ് ചെയ്യുമ്പോൾ കുറേ ഇഷ്യൂസ് വരുന്നുണ്ടായിരുന്നു. ആ ഒരു ഇഷ്യൂ ഈ ഒരു അപ്ഡേഷനോടെ മാറ്റിയിട്ടുണ്ട്. പിന്നീട് വന്നത് ആപ്പിൾ ഇന്നലെ ഒരു പ്രസ് കോൺഫറൻസിൽ ഒരു ന്യൂസ് റിലീസ് ചെയ്തു. അതായത് നമ്മുടെ എയർ ടാഗ് ഉപയോഗിച്ച് അൺവാണ്ടഡ് തിങ്സ് ട്രാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ എയർ ടാഗ്സിന് കുറേ വരുന്നുണ്ട്. കാരണം കുറേ ആൾക്കാരെ സ്റ്റോക്കിംഗ് ചെയ്യാനും അങ്ങനെ കുറേ കാര്യങ്ങൾ എയർ ടാഗ്സ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. അതിന് ഗവൺമെൻറ് സപ്പോർട്ട് അല്ലെങ്കിൽ ലോ സപ്പോർട്ട് എടുത്തിട്ട് നമ്മുടെ എയർ ടാഗ്സിന് വേണ്ട കുറേ മാറ്റങ്ങളും അവർ പറയുന്നുണ്ട്. അതുപയോഗിച്ച് കുറേ പ്രൈവസി പ്രോബ്ലങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആപ്പിൾ എയർ ടാഗിന് പുതിയ പ്രൈവസി പോളിസിയും അതേപോലെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും സെറ്റപ്പ് ചെയ്യുമ്പോഴും കുറേ കാര്യങ്ങൾ വരുത്തുന്നുണ്ട് എന്നുള്ള ഒരു ന്യൂസ് ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആപ്പിൾ ഈ ഒരു അപ്ഡേഷന് ശേഷം പിങ്ക് സ്ക്രീൻ നമ്മുടെ 13 സീരീസും ഒക്കെ ആയിട്ടുള്ള പല ഡിവൈസിലും പിങ്ക് സ്ക്രീൻ വരുമ്പോൾ പെട്ടെന്ന് ബൂട്ടപ്പ് ആവുന്നു അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ആവുന്നു. അങ്ങനത്തെ ഒരു ഇഷ്യൂവിനെ പറ്റി ഇപ്പോഴും അവരൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്ഡേഷൻ ചിലപ്പോൾ ഉണ്ടാവാം, പക്ഷേ കുറഞ്ഞതുപോലെ നമുക്ക് വിശ്വസിക്കാം. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് ബഗ് നേരത്തെ ഉണ്ടായ 15.3-നേക്കാട്ടും കുറച്ചും കൂടെ സ്റ്റോറേജ് ബഗ് ആക്യുറേറ്റ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലവർക്ക് ഇപ്പോഴും ആ ഒരു ബഗ് ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ബഗ് ഫിക്സസിനെക്കാട്ടും കൂടുതൽ ആ ഒരു സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെയാണ് അവർ കൂടുതലായിട്ട് നോക്കിയിരിക്കുന്നത്. ഇതിൽ സിസ്റ്റം ഡാറ്റയൊക്കെ നോക്കുമ്പോൾ ചിലവർക്ക് 0 KB ആയിട്ടും ചിലവർക്ക് ഭയങ്കര കൂടുതലായിട്ടൊക്കെ കാണിക്കുന്ന ആ ഒരു പ്രശ്നം ഇപ്പോഴും നിലവിലുണ്ട്, മാറ്റിയിട്ടില്ല. പിന്നീട് നമ്മുടെ മ്യൂസിക് ബഗ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ എല്ലാ അപ്ഡേഷൻസിലും ഇൻക്ലൂഡിങ് ബേറ്റ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഈ ഒരു മ്യൂസിക് ബഗ് ഇപ്പോഴും ഉണ്ട്. നമ്മുടെ മ്യൂസിക് അപ്ഡേറ്റ്സ് നമ്മുടെ മ്യൂസിക് ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ കൂടുതൽ CPUs കൂടുതൽ എടുക്കുകയും അതേപോലെ ബാറ്ററി ഡ്രെയിൻ ആവുകയും ഹീറ്റിംഗ് ഇഷ്യൂ വരികയും ആയിട്ടുള്ള ആ ഒരു ബഗ് ഇപ്പോഴും നമ്മുടെ ഡിവൈസിലുണ്ട്. പിന്നെ സെക്യൂരിറ്റി അപ്ഡേഷൻ ഈ ഒരു 15.3.1 വന്നിട്ടുണ്ട്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴത്തേക്ക് ഇട്ടേക്കാം. ഇതാണ് സെക്യൂരിറ്റി ലിങ്ക്. നമ്മുടെ വെബ് കിറ്റിലാണ് ഈ പറഞ്ഞ സെക്യൂരിറ്റി ലിങ്കിൻ്റെ അപ്ഡേഷൻ വന്നിരിക്കുന്നത്. പിന്നീട് ബാറ്ററിയുടെ കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു OS ഇൻസ്റ്റാൾ ചെയ്ത് അപ്പം തന്നെ നമുക്ക് ബാറ്ററിയുടെ ആ ഒരു പെർഫോമൻസ് നമുക്ക് ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ പറയാനോ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഈ ഒരു OS ഇൻസ്റ്റാൾ ചെയ്ത് കുറച്ച് നാൾ അല്ലെങ്കിൽ 1-2 ദിവസം യൂസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഇതിൻ്റെ ഒരു ബാറ്ററി പെർഫോമൻസ് അറിയാം. പക്ഷേ എനിക്കാണെങ്കിലും അത്യാവശ്യം നല്ല ബാറ്ററി പെർഫോമൻസ് ഉണ്ട്. ബാറ്ററി പെർഫോമൻസ് വലിയ കുഴപ്പങ്ങളൊന്നും കാണിച്ചിട്ടില്ല. നേരത്തെ ഉണ്ടായ 98% ഇപ്പോഴും ഉള്ളത്. പെർഫോമൻസിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ എനിക്ക് സ്മൂത്ത് ആയ പോലെ ഓരോ അപ്ഡേറ്റിന് ശേഷം സ്മൂത്ത് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മൾ 2 ദിവസം 3 ദിവസമൊക്കെ തറോലി ഹാർഡ് കോർ ആയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പെർഫോമൻസിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. പിന്നീട് എനിക്ക് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു അപ്ഡേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം, ഞാൻ വയർലെസ്ലി ആണ് ഈ ഒരു ഫോൺ ചാർജ് ചെയ്തത്. ചിലപ്പോൾ അതുകൊണ്ടും ആവാം
എൻ്റെ ഡിവൈസിൽ ചൂട് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇതാണ് 15.3.1ൻ്റെ വിശേഷങ്ങൾ. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമ്മുടെ അപ്ഡേഷൻ ചെയ്യുമ്പോൾ 1-2 ദിവസം നോക്കിയിട്ട്, അല്ലെങ്കിൽ ഈ ഡെസിമൽ കഴിഞ്ഞിട്ട് വരുന്ന അപ്ഡേഷൻസ് എന്തെങ്കിലും മേജറായിട്ടുള്ള ബഗ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ആപ്പിൾ റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ആ ഒരു അപ്ഡേഷൻ ചെയ്യണം. പക്ഷേ ചെയ്യുന്നതിന് മുമ്പ് 1-2 ദിവസം അങ്ങനെ അതിൻ്റെ റിവ്യൂ കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ OS ഇൻസ്റ്റാൾ ചെയ്യാൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എന്തായാലും സബ് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് നമ്മുടെ ഒരു ആപ്പിൾ മെമ്പർ ആവുക. അതിന് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും മതി. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഒന്നെങ്കിലും കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് തൊട്ട് താഴത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഹോൾ വീഡിയോ. This is you, Abin, Xavier, signing from everything you want to know about Apple.